ഒലുലേരിയ ഓർ പോർട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു റോമൻ കോമഡി എഴുതിയിട്ടുള്ളത് റോമൻ റൈറ്റർ ആയിട്ടുള്ള പ്ലോട്ടസ് ആണ്. ദിസ് ഈസ് എ 4 ആക്ട് കോമഡി. 4 ആക്റ്റുകളാണ് ഇതിലുള്ളത്. ഈ പ്ലോട്ടസ് തന്നെ അനുഭവിച്ചിട്ടുള്ള സ്ലേവറി ഇതിലൊരു തീമാണ്. അദ്ദേഹം ഒരു അടിമയായിട്ട് ജീവിച്ചിരുന്നു. അത് ഇതിലൊരു തീമായിട്ട് അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ തന്നെ ഇതിൽ മറ്റു തീംസാണ് ഗ്രീഡ് ഫോർ മെറ്റീരിയലിസം, ഗ്രീഡ് ഫോർ മണി, ലെസ്റ്റ് ഫോർ മണി, ലെസ്റ്റ് ഫോർ എ യങ് വുമൺ ബൈ ആൻ ഓൾഡ് ഏജ്ഡ് മാൻ. അതായത് ഒരു ഓൾഡ് ഏജ്ഡ് ആയിട്ടുള്ള ഒരാൾ യങ് വുമണെ കല്യാണം കഴിക്കാനുള്ള ഒരു അതിയായിട്ടുള്ള ആഗ്രഹം. അപ്പോൾ ഇതൊക്കെ ഇതിലെ തീംസാണ്. അപ്പോൾ ഇതിലെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഈ പോർട്ട് ഓഫ് ഗോൾഡ് എന്ന് പറയുന്ന ഒരു സ്വർണ്ണപാത്രം ഒരു ലുബ്ധനായിട്ടുള്ള പിശുക്കനായിട്ടുള്ള ഒരാൾക്ക് ഗിഫ്റ്റായിട്ട് കിട്ടുകയാണ്. പക്ഷേ ഇത് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത് വീട്ടിലെ ദേവതയായിട്ടുള്ള ലാർ ഫെമിലിയാരിസ് ആണ്. ലാർ ഫെമിലിയാരിസിന് തീരെ ഇഷ്ടമില്ലാത്തൊരു ക്യാരക്ടറാണ് യൂക്ലിയോ എന്ന് പറയുന്ന ഫിഡ്ര എന്ന് പറയുന്ന സ്ത്രീയുടെ ഡോട്ടറിൻ്റെ പിതാവ്. അപ്പം ഈ യൂക്ലിയോയെ തീരെ ഇഷ്ടമില്ലാത്ത ലാർ ഫെമിലിയാരിസ് എന്തുകൊണ്ട് ഈ യൂക്ലിയോക്ക് സ്വർണ്ണപാത്രം കാണിച്ചു കൊടുത്തു എന്ന് വെച്ചാൽ ഫിഡ്രയുടെ വിവാഹ പ്രായമെത്തിയിട്ടുണ്ട്. ആ ഫിഡ്രയ്ക്ക് ഒരു ഡൗറി എന്നോളമാണ് ഈ ഒരു കാര്യം കാണിച്ചു കൊടുക്കുന്നത്. ഈ സ്വർണ്ണപാത്രം കാണിച്ചു കൊടുക്കുന്നത്, വീട്ടിൻ്റെ ഒരു റൂമിൻ്റെ അടിയിൽ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ള ഈ ഒരു സ്വർണ്ണപാത്രം കാണിച്ചു കൊടുക്കുന്നത് ഫിഡ്രയോട് അധികം ഇഷ്ടമാണ് ലാർ ഫെമിലിയാരിസിന്. കാരണം ഫിഡ്ര എപ്പോഴും ആ ലാർ ഫെമിലിയാരിസ് എന്നുള്ള ദേവതയെ വേർഷിപ്പ് ചെയ്യുമായിരുന്നു. അതുമൂലം ഫിഡ്രയെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ഡൗറിക്ക് ആവശ്യാർത്ഥമാണ് ശരിക്ക് ഈ ഒരു പോർട്ട് ഓഫ് ഗോൾഡിനെ കാണിച്ചു കൊടുക്കുന്നത്. പക്ഷേ ഈ യൂക്ലിയോ ഈ ലാർ ഫെമിലിയാരിസിനെ തീരെ വേർഷിപ്പ് ചെയ്യുമായിരുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻ്റ് ഉണ്ട്. ഹൗവർ ഈ ഒരു സാധനം കാണിച്ചു കൊടുക്കുകയാണ്, പോർട്ട് ഓഫ് ഗോൾഡ് കാണിച്ചു കൊടുക്കുകയാണ്. ഇതിലെ മെയിൻ പ്ലോട്ട് എന്ന് പറയുന്നത് ഇയാൾ പിശുക്കനായിട്ടുള്ള ഇയാൾ ഡൗറി പോലും കൊടുക്കാൻ ഈ പോർട്ട് ഓഫ് ഗോൾഡ് ഡൗറി ഒന്നും കൊടുക്കൂല എന്നുള്ള വാശിയോട് കൂടി ആർക്കും തീരെ മണി കൊടുക്കാതെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പിശുക്കിൽ ആ ഒരു മൈസർലി ബിഹേവിയർ അദ്ദേഹം ഇങ്ങനെ കീപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരോടും പറയുന്നില്ല. അദ്ദേഹം ഒരുപാട് സ്ഥലങ്ങളിൽ ഈ പോർട്ട് ഓഫ് ഗോൾഡ് ബറി ചെയ്യാണ്. ഒരുപാട് കുഴികൾ കുഴിച്ചുകൊണ്ട് അതിൽ ബറി ചെയ്യാണ്. ആരെങ്കിലും കാണുമെന്നുള്ള ഭയത്തിൽ അദ്ദേഹത്തിന് ഭയങ്കര സംശയമുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സെർവൻ്റ് ആയിട്ടുള്ള സ്റ്റഫൈല എങ്ങാനും ഈ പോർട്ട് ഓഫ് ഗോൾഡ് കാണുകയാണെങ്കിൽ നൈബേഴ്സിന് ഇതൊക്കെ അനൗൺസ് ചെയ്യുമെന്നുള്ള. അതുകൊണ്ട് തന്നെ സ്റ്റഫൈലെ സെർവൻറ്റിനെ ക്രൂരമായിട്ട് അടിക്കുന്നുണ്ട്, ക്രൂരമായിട്ട് ശകാരിക്കുന്നുണ്ട് ആ ഒരു സംശയത്തിൽ. അപ്പോൾ അങ്ങനെ അദ്ദേഹം ഈ ഒരു പോർട്ട് ഓഫ് ഗോൾഡ് ഒരുപാട് സ്ഥലങ്ങളിൽ ബറി ചെയ്യുന്നത് ഇതിലൊരു മെയിൻ പ്ലോട്ടാണ്. അതുപോലെ ഇതിലെ മറ്റൊരു പ്ലോട്ട് എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് ഡോർ നൈബറായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തുള്ള ഒരു അയൽവാസിയായിട്ടുള്ള വെൽത്തി ആയിട്ടുള്ള ഒരാളുണ്ടായിരുന്നു. ഇയാൾ അത്യാവശ്യം പൂറാണ്. ഈ യൂക്ലിയോ എന്ന് പറയുന്ന ആള്. യൂക്ലിയോയുടെ ഒരു നൈബറിന്റെ പേരാണ് മെഗഡാരസ് എന്ന് പറയുന്ന വെൽത്തി ഓണറാണ്, വെൽത്തി ആയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. ഈ മെഗഡാരസിന് അത്യാവശ്യം ഏജ് ഉണ്ട്, മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ആളാണ് അദ്ദേഹം. ഇദ്ദേഹത്തിന് ഈ യൂക്ലിയോയുടെ മകളായിട്ടുള്ള ഫിഡ്രയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. ഒരുപാട് ഏജ് ഡിഫറൻസ് ഉള്ള ഇവരെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അത് ഇതിലൊരു പ്ലോട്ടാണ്. പക്ഷെ അതേസമയം തന്നെ മെഗഡാരസിൻ്റെ സിസ്റ്ററാണ് യുനോമിയ എന്ന് പറയുന്നത്. ഈ യുനോമിയയുടെ യുനോമിയയുടെ സൺ ആയിട്ടുള്ള യുനോമിയയുടെ മകനായിട്ടുള്ള ലൈക്കൊനൈഡ്സിനും ഈ യൂക്ലിയോയുടെ മകളായിട്ടുള്ള ഫിഡ്രയെ വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ഒരു അങ്കിളും അതുപോലെ അദ്ദേഹത്തിൻ്റെ സിസ്റ്ററുടെ മകനും 2 സ്യൂട്ടേഴ്സാണ് ഈ ഫിഡ്രക്കുള്ളത്. പക്ഷെ ഇതിലെ ട്വിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടാൾക്കും പരസ്പരം അറിയുന്നില്ല. ഇവർ ഒരേ ലേഡിയെ തന്നെയാണ്, ഒരേ വുമണെ തന്നെയാണ് കണ്ടുവച്ചിട്ടുള്ളത് എന്നുള്ളത്. അതായത് അങ്കിളിനും അറിയില്ല, സിസ്റ്ററുടെ മകനും അറിയില്ല. അപ്പം അവസാനം പക്ഷേ അങ്കിള് കോംപ്രമൈസ് ചെയ്ത് കൊടുക്കുകയാണ് ഈ സിസ്റ്റർ മകന് വേണ്ടി. കാരണം ഈ സിസ്റ്ററുടെ മകന് ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ തന്നെ
ഈ ഫിഡ്രയെ ഇംപ്രഗ്നേറ്റ് ചെയ്തിരുന്നു. അതായത് അവർ തമ്മിൽ റിലേഷനിലായിക്കൊണ്ട് അദ്ദേഹം ഒരു ഇൻടോക്സിക്കേഷൻ്റെ ഒരു എഫക്റ്റിൽ ഇവർ ക്യാരിയിങ് ആണ്, അതായത് ഫിഡ്ര ക്യാരിയിങ് ആണ്. അപ്പം അങ്ങനെ ഈ കാര്യങ്ങൾ കൺഫസ് ചെയ്തിട്ട് ലാസ്റ്റ് ഈ ലൈക്കനൈഡ്സ് ഫിഡ്രയെ സ്വന്തമാക്കുന്ന ഒരു സ്റ്റോറിയാണ് ഇതിലുള്ളത്.